അപ്പോൾ നമ്മളെ യാത്രയിൽ നമുക്ക് അടുത്തൊരു രസകരമായ സ്പോട്ട് കൂടി കിട്ടിയിട്ടുണ്ട്. എന്താ പാമ്പാർ വാട്ടർഫാൾ എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാനൊക്കെ ഈ ഒരു സാധനം കാണുന്നത് 2010 കാലഘട്ടത്തിൽ ഒരിക്കൽ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് എന്തോ ഒരു ഭംഗി ഈ ഒരു വെള്ളച്ചാട്ടത്തിനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ 2 തവണ വന്നപ്പോഴും ആ ഒരു ഭംഗി കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ വന്നുകൊണ്ട് പിന്നെ വെള്ളം കുറച്ച് കുറവാണ്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിലൊരു ഭംഗി കിട്ടാതെ പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതുപോലെ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കണക്കാക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതൽ ആരും അവിടെ കാണുന്നില്ല. എന്തായാലും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഒന്നുകൂടെ വൃത്തിയാക്കിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് വന്ന് നല്ല ഭംഗിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക. അതിൻ്റെ സൈഡിലൊക്കെ നല്ല കസാല അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ സെറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ആവും. ഇവിടെ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഇത്രയും തണുപ്പും ഇത്രയും മലനിരകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവിടെ തേയിലത്തോട്ടങ്ങളില്ല? ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളിലല്ലേ തേയിലത്തോട്ടങ്ങൾ ഉണ്ടാകില്ലേ? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വിളിട്ടോ. നേരത്തെ കണ്ട പോലത്തെ വേറൊരു ഐറ്റം പോവാണ്, പൂക്കളെ കൊണ്ട് ഇവിടെ കുടുങ്ങി. നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വീട് കണ്ട്. ആ വീട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ സ്വപ്നത്തിലുള്ള വീടുകൾ, നമുക്ക് ഇതുപോലത്തെ വീടുകൾ ഉണ്ടാക്കണം എന്നുള്ളൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഒന്ന് കണ്ടോക്കാം. വലിയൊരു സംഭവമായിട്ടല്ല ഞാൻ പറയണത്, ഒരു ചെറിയൊരു വീട് കാരണം മുറ്റത്ത് നല്ല പച്ചപ്പും കാര്യങ്ങളും ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു വീട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തന്നത് കേട്ടോ. ആ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ പുറത്തിരിക്കുകയാണെങ്കിൽ പുറത്തിരിക്കുക. രാത്രിയൊക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു ഇരിപ്പിടം. എന്താല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നൊരു കമൻറ്റ് ചെയ്യുക, ഇല്ലാതുണ്ടെങ്കിൽ ഇല്ലാതുള്ളൊരു കമൻറ്റ് ചെയ്യുക. എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. ആ വീട്ടിൽ ഒരു മീൻകുഴീൻ്റെ ഒരു കുറവ് പോലെ ഒന്ന് ഫീൽ ചെയ്തു. പിന്നെ ആ മുറ്റത്തിരുന്ന് ഇങ്ങനെ ആടുന്നൊരു ഊഞ്ഞാലുണ്ടല്ലോ, അതും കൂടി വേണ്ടിയിരുന്നു. ഇത് വേറൊരു ഐറ്റം പൂവ്. ഈ പൂവിൻ്റെ പേര് ലില്ലിപ്പൂവാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നടന്നൊരു ബോർഡ് കണ്ട്, അപ്പർ ലേക്ക് വ്യൂ പോയിന്റ്. അതിൻ്റെ അപ്പുറത്ത് കൊക്കേസ് വാൾക്കിൻ്റെ അപ്പുറത്താണ് നമ്മളെ ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ എന്തായാലും കൊക്കേസ് വാൾക്കൊക്കെയാണ് നടക്കാനുള്ള പ്ലാന്. അതാകുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. കുറേ നടന്നതല്ലേ, എത്താനായി എന്നുള്ളൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അതാ ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മളെ അപ്പർ ലേക്ക് വ്യൂ. അതാണ് ഈ കാണുന്നത് അപ്പർ ലേക്ക്. നമുക്ക് പോകാനുള്ളത് ഇതാ മീച്ചേ കറോ.